നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ 4th മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? 4th മോഡ്യൂളില് സീവേജ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ യൂണിറ്റുകളിലേക്ക് ആയിട്ട് പോകും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു പ്രിലിമിനറി ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മുടെ വേസ്റ്റ് വാട്ടർ കടന്നു പോവുക. അതിനുശേഷം പ്രൈമറി ട്രീറ്റ്മെന്റ് വരും. പിന്നെ ഏതാണ്? സെക്കൻഡറി ട്രീറ്റ്മെന്റ് വരും. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ്, ചില വേസ്റ്റ് വാട്ടറിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകൾ, അതിന്റെ വേറെ പേരാണ് ടെറിഷ്യറി ട്രീറ്റ്മെന്റ്. ടെറിഷ്യറി ട്രീറ്റ്മെന്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഡിപ്പെൻഡ്സ് ഓൺ ദ വേസ്റ്റ് വാട്ടർ. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്സും ആണ് നമുക്ക് ഈ മോഡ്യൂളിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? അതായത് സ്ക്രീനിങ്ങിനെ കുറിച്ച്. പിന്നെ സ്ക്രീൻസിലൂടെ പാസ് ചെയ്തതിന് ശേഷം നമ്മുടെ വേസ്റ്റ് വാട്ടർ ഗ്രിറ്റ് ചേംബറിലേക്കാണ് പോവുക. അതിനുശേഷം സ്കിമ്മിങ് ടാങ്കിലേക്ക് അല്ലേ? സ്കിമ്മിങ് ടാങ്കിലാണ് എന്ത് റിമൂവ് ആവുക? ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാൻ 1 ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അതായത് ഓയില്, സോപ്പ്, പിന്നെ അതുപോലെ ഫാറ്റ് കണ്ടന്റ് ഒക്കെ റിമൂവ് ആവുക, ഗ്രീസ് അല്ലെ, അതെല്ലാം റിമൂവ് ആവുക സ്കിമ്മിങ് ടാങ്കിലാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് അല്ലെ? പ്രൈമറി ട്രീറ്റ്മെന്റിലും നമ്മൾ പറഞ്ഞതാണ്. എന്താണ് പ്രൈമറി ട്രീറ്റ്മെന്റിൽ എന്താ വരിക? നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്ക്, പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ടാങ്ക്, അതായത് റെക്ടാങ്കുലാറോ സർക്കുലാറോ ടാങ്ക് ആണ്. അപ്പൊ ആ ടാങ്കിൽ നമ്മൾ കുറച്ചു നേരം വെള്ളം അനക്കാതെ വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലുള്ള അടങ്ങിയിട്ടുള്ള സസ്പെൻഡഡ് സോളിഡ്സ് എല്ലാം താഴോട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലെ? അതാണ് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. പിന്നെ സെക്കൻഡറി ട്രീറ്റ്മെന്റ്, അതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ പറയുന്നത്, അതെ, നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പൊ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് ഏതൊക്കെ? ട്രിക്ലിംഗ് ഫിൽറ്റർ, ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ്, കോണ്ടാക്ട് ബെഡ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്, സ്ലഡ്ജ് ഡൈജഷൻ, സ്ലഡ്ജ് ഡ്രൈയിങ്, സ്ലഡ്ജ് ഡിസ്പോസൽ. ഇതെല്ലാമാണ് നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്നത് അല്ലെ? അപ്പൊ അതിൽ തന്നെ നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിലെ വെള്ളം, അതെ, ഒരു പൈപ്പിലൂടെ മുകളിലേക്ക് വരും, എന്നിട്ട് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് പോവും, അവിടുന്ന് നോസിൽസ് വഴി സ്പ്രിങ്കിൾ ചെയ്യും അല്ലെ? ഫിൽറ്റർ ബെഡിന്റെ മേലേക്ക് സ്പ്രിങ്കിൾ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ സ്പ്രിങ്കിൾ ചെയ്യും, എന്നിട്ട് ആ ഫിൽറ്ററിനുള്ളിലൂടെ നമ്മുടെ വെള്ളം പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫിൽറ്റർ ബെഡിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം നമ്മുടെ വേസ്റ്റ് വാട്ടറിലുള്ള വേസ്റ്റ് കഴിക്കും. അങ്ങനെ ആ വേസ്റ്റ് എല്ലാം കഴിച്ച് നമ്മുടെ വെള്ളം പ്യൂരിഫൈ ചെയ്തതിന് ശേഷം
താഴെ ഔട്ട്ലെറ്റ് ചേംബർ ഉണ്ട് അല്ലെ, താഴെ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പൈപ്പിലൂടെ അടുത്ത യൂണിറ്റിലേക്ക് പോകും. അപ്പൊ അതാണ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൽ നടക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമാണ് അല്ലെ. പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ്. ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്ററിന്റെ നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇപ്പോ അധികം യൂസ് ചെയ്യാറില്ല അല്ലെ. ഇക്കാലത്ത് ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റർ, ഇത് സാൻഡ് വെച്ചാണ്, അതായത് ഇതിന്റെ ഫിൽറ്റർ ബെഡില് കൂടുതലും സാൻഡ് ആണ് വരുന്നത്. നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്റർ പറയുകയാണെങ്കിൽ അവിടെ കൂടുതലും വരുന്നത് ഗ്രാവല് പോലത്തെ കുറച്ച് വലിയ സ്റ്റോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിൽറ്റർ മീഡിയ ആയിട്ട്. നേരെ മറിച്ച് ഈ ഒരു കേസിൽ സാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ് ഇക്കാലത്ത് ഉപയോഗിക്കാറില്ല. പിന്നെ ഉപയോഗിക്കാറുള്ളത് എന്ന് പറയുന്ന റൂറൽ ഏരിയാസിലാണ്, അതായത് വില്ലേജസിലൊക്കെ. അവിടെ തന്നെ എപ്പോഴാണ് ഇത് ഉപയോഗിക്കാറ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റേജ് ആയ ഓക്സിഡേഷൻ പോണ്ട്, ഒരു ഓക്സിഡേഷൻ പോണ്ട് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഉണ്ട്. അതൊന്നുമില്ല, ഒരു പോണ്ട് പോലെ നമ്മളങ്ങ് ഉണ്ടാക്കും, കൺസ്ട്രക്ട് ചെയ്യും, ഒരു കുളം. അതിനകത്തേക്ക് വേസ്റ്റ് വാട്ടർ നമ്മൾ തള്ളും. കുറച്ചു കഴിഞ്ഞാൽ ആ വേസ്റ്റ് ഒക്കെ അതില് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ എന്ത് ചെയ്യും, ആ വേസ്റ്റ് എല്ലാം ഓക്സിഡൈസ്ഡ് ആവും. അതാണ് ഓക്സിഡേഷൻ പോണ്ട്. അപ്പൊ ഈ ഓക്സിഡേഷൻ പോണ്ടിന് ശേഷം നമ്മള് ചില ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് ഈ ഒരു ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കൺസ്ട്രക്റ്റഡ് ഇൻ അൺലൈൻഡ് എക്സ്കവേഷൻസ് ഇൻ ദ എർത്ത്. അപ്പൊ അൺലൈൻഡ് ആണ്, അതായത് ലൈനിങ് ഒന്നും കൊടുക്കാറില്ല. നമ്മൾ അൺലൈൻഡ് ആയിട്ട് നമ്മൾ മണ്ണിൽ കുഴി കുഴിക്കും. എന്നിട്ടോ ഇറ്റ് ഈസ് റെക്ടാങ്കുലർ ഇൻ പ്ലാൻ വിത്ത് എ ഷാലോ ഡെപ്ത് ഓഫ് 0.5 to 0.75 മീറ്റർ. അതായത് 1 മീറ്റർ പോലും ഇല്ല അല്ലെ ഡെപ്ത്. അത്രയും ചെറിയൊരു ഡെപ്ത് ഉള്ളൊരു കുഴി നമ്മൾ മണ്ണിൽ തന്നെ കുഴിക്കും. എന്നിട്ട് നമ്മൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് ഈ ഇതുപോലെ റെക്ടാങ്കുലർ ഷേപ്പില് മണ്ണിൽ തന്നെ ഒരു കുഴി കുഴിക്കും. അതിന് ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. ലൈനിങ് എന്താന്നൊക്കെ അറിയാലോ അല്ലെ. അപ്പൊ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ടോ ഫിൽറ്ററിംഗ് മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് സാൻഡ് ഓഫ് ഇഫക്റ്റീവ് സൈസ് 0.2 to 0.5 mm and uniformity coefficient of 2 to 5. എന്നിട്ട് നമ്മൾ അതിൽ എന്താണ് ഫില്ല് ചെയ്യുക? അതിലെ ഫിൽറ്റർ മീഡിയ എന്ന് പറയുന്നത് എന്താണ്? സാൻഡ് ആണ് ഫിൽറ്റർ മീഡിയ അല്ലെ. അപ്പൊ സാൻഡ് ആണ്. ആ സാൻഡിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? സൈസ് ഓഫ് ദ സാൻഡ് 0.2 to 0.5 mm. പിന്നെ അതുപോലെ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് 2 to 5. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് നിങ്ങൾ ജിയോടെക്കിലൊക്കെ പഠിച്ചതാണ്, യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ്. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. CU, CC അല്ലെ. CU എന്ന് പറയുന്നത് D60/D10 അല്ലെ. അപ്പൊ ആ ഒരു യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2 to 5 ആണ് ആ സാൻഡ് പാർട്ടിക്കിൾസിന്റെ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ്. അപ്പൊ അങ്ങനത്തെ സാൻഡ് ആണ് നമ്മൾ ഫിൽറ്റർ മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. Bed of the filter is provided with a gentle slope towards open tile under drain system. അപ്പൊ നമ്മുടെ ബെഡില്, അതായത് താഴെ ഈ ഫിൽറ്റർ, ഈ ഒരു ടാങ്കിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ സ്ലോപ്പ് പോലെയാണ് ഉണ്ടാക്കുക. ഒരു ചെറിയ സ്ലോപ്പിംഗ് ആയിട്ടാണ് ഉണ്ടാക്കുക. എങ്ങോട്ടാണ് സ്ലോപ്പിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നത്? നമ്മുടെ അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിലേക്ക്.
ഓക്കെ, ഇവിടെ വെള്ളം നമ്മൾ മുകളിലൂടെ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം താഴേക്ക് സാൻഡ് ബെഡിലൂടെ താഴേക്ക് വീഴും അല്ലെ. താഴേക്ക് വീണ വെള്ളം അണ്ടർ ഡ്രെയിൻ പൈപ്പുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ സ്ലോപ്പിംഗ് ആയിട്ടാണ് ഇതിന്റെ ബെഡ് കൊടുക്കുക. ഓക്കെ, under drain pipes are provided with a gentle slope of 0.5 to 0.8% and are laid 8 to 10 meters apart. അപ്പോൾ നമ്മുടെ പൈപ്പുകളൊക്കെ ഒരു 8 to 10 മീറ്റർ ദൂരെ ആക്കിയിട്ടാണ് വെക്കുക. ഓക്കെ, ഈ ഫിഗർ നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മുടെ പ്ലാൻ വ്യൂ, അതായത് നമ്മുടെ ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്ററിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത്. മുകളിൽ നിന്ന് കാണുമ്പോൾ റെക്ടാങ്കുലർ ആയിരിക്കും അല്ലെ. പിന്നെ ഇതാണ് എൽ സെക്ഷൻ. ഈ ഒരു ടാങ്കിന്റെ എൽ സെക്ഷൻ ആണ്, അതായത് ഒരു ക്രോസ് സെക്ഷൻ എടുത്തതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡോസിങ് ടാങ്ക് ആണിത്. അതായത് ഇതിലൂടെ നമ്മുടെ വേസ്റ്റ് വാട്ടർ ഇടും. വേസ്റ്റ് വാട്ടർ വന്ന് നിറയുന്ന ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റർ ആണിത്. പിന്നെ ഈ കാണുന്ന 2 എന്ന് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടറി പൈപ്സ്. ഓക്കെ, ഇവിടെ ഈ സാൻഡ് ബെഡിൽ നിന്ന് വെള്ളം വന്നിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകും അല്ലെ. ഇതാ ഈ കാണുന്നതിന്റെ ക്രോസ് സെക്ഷൻ കാണിച്ചതാണ് ഇവിടെ. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്സ്. ഡിസ്ട്രിബ്യൂഷൻ പൈപ്സിലൂടെ പോയിട്ട് അവസാനം ഔട്ട്ലെറ്റിലേക്ക് പോകും. 4 എന്ന് പറയുന്നതാണ് എഫ്ലുവന്റ് പൈപ്പ്. ഇതാ ഇത് എഫ്ലുവന്റ് പൈപ്പാണ്. അതായത് ഈ നമ്മുടെ ഇതന്നെ ഈ പറഞ്ഞ തന്നെ ഔട്ട്ലെറ്റ് പൈപ്പ്. ഓക്കെ, ഔട്ട്ലെറ്റ് പൈപ്പാണ്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഡോസിങ് ടാങ്കിൽ നിന്ന് നമ്മുടെ അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിലേക്ക് സൈഫോണിക് ആക്ഷൻ വഴിയാണ് വെള്ളം പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു മുന്നേ, നമ്മുടെ സൈഫൺ, എവിടെ നിങ്ങൾ സൈഫൺ എന്ന് പേര് കേട്ടാൽ അതിനർത്ഥം ഈ ഒരു ഷേപ്പിന്റെ പ്രത്യേകതയാണ്. കണ്ടില്ലേ, ഒരു ഷേപ്പ്, ഇതാണ് സൈഫോണിക് ഷേപ്പ്. അപ്പൊ ഈ ഒരു സൈഫോണിക് ആക്ഷനിലാണ് നമ്മൾ അണ്ടർ ഡ്രെയിൻ സിസ്റ്റംസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ 7 ആണ് നമ്മുടെ, ഇതാണ് സാൻഡ് ബെഡ്. ഇവിടെ കുറെ സാൻഡ് ബെഡ് ഇടും, അതിന് മുകളിലാണ് നമ്മുടെ പൈപ്പ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതാണ് വളരെ എളുപ്പമുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സിന്റെ. അതിന്റെ ഓപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. Primary effluent is applied onto the filter intermittently by means of dosing tank. അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത വേസ്റ്റ് വാട്ടർ സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഒരു ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റർ, അതാണ് നമ്മുടെ ഇവിടുത്തെ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പൊ ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്ററിലേക്ക് എത്തും. അതും എങ്ങനെയാണ് എത്തുക, എപ്പോഴും കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ അവിടെ ഇല്ല. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റർ ആണ്. അതായത് ഇടയ്ക്കിടയ്ക്കായിട്ടാണ് വെള്ളം പോകുന്നത്. ഓക്കെ, solids are trapped in the sand and aerobic bacterial film is developed on the surface of grains, adsorbs and oxidizes the dissolved and colloidal organic matter. നേരത്തെ നമ്മുടെ ആ ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിൽ പറഞ്ഞ അതേ മെക്കാനിസം ആണ്. ഇവിടെ നമ്മുടെ ഫിൽറ്റർ മീഡിയ എന്ന് പറയുന്നത് സാൻഡ് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ. അതാണ് സോളിഡ്സ് സാൻഡില് എന്ത് ചെയ്യും, അവിടെ പറ്റിപ്പിടിക്കും. എന്നിട്ട് അവിടുത്തെ എയറോബിക് ബാക്ടീരിയൽ ഫിലിം, നമ്മൾ പറഞ്ഞു ആ ഫിൽറ്ററിന്റെ മുകളിൽ നമുക്ക് ഒരു ബാക്ടീരിയൽ ലെയർ ഉണ്ടാവും അല്ലെ, ഫിലിം ഓഫ് ബാക്ടീരിയ. ആ ഒരു ബാക്ടീരിയ എന്ത് ചെയ്യും, നമ്മുടെ സോളിഡ്സിനെ ഓക്സിഡൈസ് ചെയ്യും അല്ലെ. Between the dosing cycles, air penetrates the bed to maintain aerobic condition in the filter. അപ്പൊ നമ്മുടെ എന്താണ് ഈ ഡോസിങ് സൈക്കിൾസ്, അതായത് ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു, അത് മുഴുവൻ ഫിൽറ്റർ ചെയ്തു, അതിനുശേഷം അടുത്ത വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും,
ഈ ബെഡില്, ഈ സാൻഡ് ബെഡിലൊക്കെ ഒന്ന് എയറേഷൻ കൊടുക്കും. കാരണം നമ്മുടെ ബാക്ടീരിയാസ് എല്ലാം എയറോബിക് ബാക്ടീരിയാസ് ആണ് അല്ലെ. അതായത് അവർക്ക് ഓക്സിജന്റെ പ്രസൻസിൽ കഴിയാൻ പറ്റും. ഓക്സിജൻ ഇല്ലെങ്കിൽ അവരെല്ലാം ചത്തുപോകും. അപ്പൊ ഓക്സിജൻ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ സൈക്കിൾസിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഓക്സിജൻ സപ്ലൈ ചെയ്യും. After a few months of continuous working, filter is clogged and requires cleaning. അപ്പൊ ഒരുപാട് കാലം നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ഫിൽറ്ററിൽ എന്ത് പറ്റും? ക്ലോഗിങ് വരും അല്ലെ. അതായത് ചെളിയൊക്കെ അവിടെ പറ്റി പിടിച്ച് നിൽക്കും. പിന്നെ വെള്ളം ഒഴിച്ചാലും താഴോട്ട് പോവാത്തൊരവസ്ഥ വരും. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ ബെഡ് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. Cleaning consists of removing the sand bed and replacing it, or giving complete rest for the bed for 1 to 4 weeks, or removing the top 5 to 7.5 centimeter sand and replacing it with fresh sand, as the case may be, depending on actual condition. അപ്പോൾ നമുക്കിത് ക്ലീനിങ് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു സാൻഡ് ബെഡ് മുഴുവനായിട്ട് നമ്മൾ എടുത്ത് വേറെ സാൻഡ് ഫില്ല് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം അല്ലെ. സാൻഡിനെ റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സാൻഡിനെ നമ്മൾ അനക്കാതെ വെക്കാം. ഒരു 1 to 4 ആഴ്ച വരെ അത് അനക്കാതെ വെക്കാം. അനക്കാതെ വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഒക്കെ താനെ ഡീഗ്രേഡ് ചെയ്ത് പോകും. അതുമല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഒരു ടോപ്പില്, മുകളിലുള്ള ഒരു 5 to 7.5 സെന്റിമീറ്റർ സാൻഡ് അങ്ങ് മാറ്റാം, റീപ്ലേസ് ചെയ്യുക, സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞ് മാറ്റാം. അപ്പൊ ഏത് കണ്ടീഷൻ ആണോ അവിടെ, ഇപ്പൊ നമ്മുടെ ആക്ച്വൽ ഫീൽഡ് കണ്ടീഷൻ അനുസരിച്ച് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് ക്ലീൻ ചെയ്യാൻ. ഏത് കണ്ടീഷൻ ആണോ നമ്മുടെ ഫീൽഡിൽ വരുന്നത് അതിനനുയോജ്യമായ കണ്ടീഷനിൽ എക്കണോമിക്കൽ ആയ രീതിയിൽ വേണം നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ. ഹൈഡ്രോളിക് സർഫസ് ലോഡിംഗ് എത്രയാണ്? 0.8 to 1.1 million liters per hectare per day. അതായത് ഇവിടെ എത്രയാണ് ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ്? അതായത് എത്രത്തോളം വെള്ളം ഒരു ദിവസം ക്ലീൻ ചെയ്യാൻ സാധിക്കും? 0.8 to 1.1 million liters per hectare. നമ്മളൊരു ഹെക്ടർ എടുക്കുകയാണെങ്കിൽ, അതായത് 10,000 meter square എടുക്കുകയാണെങ്കിൽ അവിടെ 0.8 to 1.1 into 10 raised to 6 അത്രയും ലിറ്റർ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ BOD റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 90 to 95% ആണ് അല്ലെ. അതായത് ഓർഗാനിക് മാറ്റർ, ഒരു 90 to 95% ഓർഗാനിക് മാറ്ററിനെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ്. ഇനി അടുത്ത വേറൊരു മെത്തേഡാണ് നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ പറയുന്ന വേറൊരു മെത്തേഡാണ് കോണ്ടാക്ട് ബെഡ്. എന്താണ് കോണ്ടാക്ട് ബെഡ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോണ്ടാക്ട് ഫിൽറ്റർ. ഇതിന്റെ വേറൊരു പേരാണ് എന്ത്? കോണ്ടാക്ട് ഫിൽറ്റർ അല്ലേ. Here, sewage is kept in contact with the filter medium for a certain period and then withdrawn after biological oxidation is accomplished. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ സീവേജ് ഈ ഒരു ബെഡിൽ ഇൻലെറ്റിലൂടെ കൊടുക്കും. എന്നിട്ട് കുറച്ചു നേരം നമ്മൾ ആ ഒരു സീവേജിനെ അതിനകത്ത് അങ്ങനെ വെക്കും. ഓക്കെ, അവിടെ ബെഡ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മുടെ ഇപ്പോ ഫിൽറ്റർ, നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിലെ ബെഡ് എന്ന് പറയുന്നത് സ്റ്റോൺസ് ആയിരുന്നു അല്ലെ, അഗ്രിഗേറ്റ്സ് ആയിരുന്നു. അതുപോലെ ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്ററിന്റെ ബെഡ് എന്ന് പറയുന്നത് സാൻഡ് ആയിരുന്നു അല്ലെ. അതുപോലെ ഈ കോണ്ടാക്ട് ബെഡിൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചു നേരം
ഈ സീവേജ് അനക്കാതെ വെക്കും. അങ്ങനെ അനക്കാതെ വെക്കുമ്പോൾ തനിയെ അതിനകത്ത് ബാക്ടീരിയാസ് എല്ലാം എന്ത് ചെയ്യും? വേസ്റ്റിനെ ഓക്സിഡൈസ് ചെയ്യും. Nowadays it's obsolete because of their poor performance compared to others. ഈ കോണ്ടാക്ട് ബെഡ് ഇപ്പൊ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഓക്കെ, കാരണം അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പുവർ ആണ്. ഓക്കെ, ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. It's a watertight rectangular tank containing broken stone of size 25 to 75 mm to a depth of 1 to 1.8 meters. അപ്പോൾ നമ്മുടെ ഈ ഒരു കോണ്ടാക്ട് ബെഡിലെ എന്താണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്? എന്താ? ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. പൊട്ടിയ കല്ലുകളൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക, ഫിൽറ്റർ മീഡിയ ആയിട്ട് ഇട്ട് കൊടുക്കുക. A siphonic dosing tank generally provided to serve 2 or 3 beds arranged in parallel positions. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ ഫിൽറ്റർ ബെഡുകളാണ് അല്ലേ? ഇത് നമുക്കൊന്ന് ഫിഗർ ആദ്യം അനലൈസ് ചെയ്യാം. ഇത് ഇൻലെറ്റ്, അതായത് വേസ്റ്റ് വാട്ടർ വരുന്ന പൈപ്പ്. ഇത് ഡിസ്ട്രിബ്യൂട്ടറി പൈപ്സ്. ഈ വേസ്റ്റ് വാട്ടർ വന്ന് ഇതിലൂടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല ഫിൽറ്റേഴ്സിലേക്ക് എത്തും. എന്നിട്ട് ഫിൽറ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനം പോകുന്ന ഔട്ട്ലെറ്റ് പൈപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് ഡോസിംഗ് ടാങ്ക്. ഓക്കെ, ഇൻലെറ്റ് വന്ന് നിറയുന്നത് ഈ ഒരു ടാങ്കിലാണ്. ഇതാണ് അണ്ടർ ഡ്രെയിൻ പൈപ്സ്. എല്ലാ ഫിൽറ്റേഴ്സിന്റെ അടിയിൽ ഇത് ഫിൽറ്റർ ബെഡാണ്. അപ്പൊ ആ ഫിൽറ്റർ ബെഡിന്റെ ഒക്കെ അടിയിൽ എന്തുണ്ടാവും? അണ്ടർ ഡ്രെയിൻസ് ഉണ്ടാവും അല്ലെ? താഴ്ഭാഗത്ത് ഡ്രെയിനേജ് പൈപ്പുകൾ ഉണ്ടാവും. അതിന്റെ ഉള്ളിലൂടെ ആയിരിക്കും വെള്ളം ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അതാണ്, വളരെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ വെള്ളം വേസ്റ്റ് വാട്ടർ കൊടുക്കും. എന്നിട്ട് ഈ വേസ്റ്റ് വാട്ടർ ഓരോ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിലൂടെ പോയി ഓരോ ഫിൽറ്റർ ബെഡിലേക്ക് പോകും, ഫിൽറ്റർ ടാങ്കിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഓരോ ഫിൽറ്റർ മീഡിയന്റെ ഉള്ളിലൂടെ പോയി അടിയിലെ അണ്ടർ ഡ്രെയിൻസിലൂടെ പോവും. എന്നിട്ട് ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് പോകും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. സോ എന്താണ് പറയുന്നത്? Each tank is provided with a suitable open-jointed underdrain system to collect the treated sewage. അപ്പോൾ എല്ലാ നമ്മുടെ കോണ്ടാക്ട് ബെഡിന്റെ അടിയിലും എന്തുണ്ടാവും? ഒരു അണ്ടർ ഡ്രെയിൻ സിസ്റ്റം ഉണ്ടായിരിക്കും. ആ അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിലൂടെയാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോണ്ടാക്ട് ബെഡിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ടാങ്ക് ഈസ് ഫസ്റ്റ് ഫിൽഡ് വിത്ത് സീവേജ് to a depth of 5 to 10 centimeter above the top surface of the filter medium. അപ്പോൾ നമ്മുടെ സാൻഡ് ആണ്, അല്ല ഇവിടുത്തെ ഫിൽറ്റർ മീഡിയം അല്ലേ? ഇവിടെ ബ്രോക്കൺ സ്റ്റോൺസ് ആണ് ഫിൽറ്റർ മീഡിയം. അപ്പൊ ഈ ബ്രോക്കൺ സ്റ്റോൺസിന്റെ മുകളിലേക്കായിട്ട് ഒരു 5 തൊട്ട് 10 സെന്റിമീറ്റർ വരെ ഡെപ്തില് നമ്മൾ എന്ത് ചെയ്യും? സീവേജ് കടത്തിവിടും അല്ലേ? ആ സമയത്ത് while doing so, the outlet is closed and the filling of the tank takes about 1 hour. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഔട്ട്ലെറ്റ് വാൽവ് ക്ലോസ് ചെയ്തിടും. എന്നിട്ട് 1 മണിക്കൂർ എടുക്കും ഈ ഒരു കോണ്ടാക്ട് ബെഡ് ഫില്ലാവാൻ. ഓക്കെ, അപ്പൊ 1 മണിക്കൂർ നമ്മൾ ആ ഒരു സീവേജ് ഫിൽറ്റർ മീഡിയന്റെ മുകളിലൂടെ ഫ്ലോ ചെയ്യിപ്പിക്കും. Now the dosing tank supply is closed and sewage is allowed to be in contact with the filter medium for about 2 hours. ഇനി എന്താ ചെയ്യുന്നത്? 2 മണിക്കൂർ നമ്മൾ ആ വെള്ളം അങ്ങനെ വെക്കും. അങ്ങനെ വെക്കുമ്പോൾ ബ്രോക്കൺ സ്റ്റോൺസ്, അതാണ് ഫിൽറ്റർ മീഡിയം അല്ലെ? അപ്പൊ ആ ഫിൽറ്റർ മീഡിയമിനോട് കോണ്ടാക്റ്റിൽ വരും. ഒരു 2 മണിക്കൂർ അത് ആ ഒരു സീവേജ് നമ്മുടെ ഫിൽറ്റർ മീഡിയയുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരും. During this contact period,
colloidal matter is transferred onto the surfaces of stones. അപ്പൊ എന്താ പറ്റുക, ആ സമയത്ത് ആ ഒരു 2 മണിക്കൂർ സമയത്ത് നമ്മുടെ സീവേജിലുള്ള കൊളോയിഡൽ മാറ്റർ, അപ്പൊ നമ്മുടെ സസ്പെൻഡഡ് മാറ്റർ നമ്മൾ പറഞ്ഞു അല്ലേ, എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് പറഞ്ഞിരുന്നു, സെഡിമെന്റേഷൻ ടാങ്കിലൂടെ. അതുപോലെ കൊളോയിഡൽ മാറ്റർ എന്ത് പറ്റും, ഈ ബ്രോക്കൺ സ്റ്റോൺസിന്റെ സർഫസിലേക്ക് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. Outlet valve is opened and sewage is removed slowly in about 1 hour. പിന്നെന്താ ചെയ്യുക, ആ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ഒരു ഔട്ട്ലെറ്റ് വാൽവ് തുറന്ന് ആ സീവേജിനെ പുറത്തേക്ക് വിടും. Beds are now kept empty for about 3 to 4 hours, empty period or second contact period, during which the organic matter trapped in the voids are oxidized biologically under aerobic conditions by aerobic bacteria. ആ പുറത്ത് വിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ബെഡ്, കോണ്ടാക്ട് ബെഡ് അനക്കാതെ വെക്കും, ഫ്രീ ആയിട്ടിടും അല്ലെ, എംറ്റി ആയിട്ടിടും, കാലിയാക്കി വെക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഓർഗാനിക് മാറ്റർ ഒക്കെ നമ്മുടെ ബ്രോക്കൺ സ്റ്റോൺസിന്റെ ഇടയിലുള്ള വേക്കന്റ് സ്പേസ്, അതിനെ വോയിഡ്സ് എന്ന് പറയും അല്ലെ, അപ്പൊ ആ വോയിഡ്സിന്റെ ഇടയിൽ പോവും, എന്നിട്ട് അത് അവിടെ ഓക്സിഡൈസ്ഡ് ആവും. എയറോബിക് ബാക്ടീരിയാസ് വെച്ച് ആ ഓർഗാനിക് മാറ്റർ ഒക്കെ ഓക്സിഡൈസ്ഡ് ആവും. Thus, with a total working period of 8 hours in a shift, the contact bed can be worked in 3 shifts daily. അപ്പൊ ഒരു ഇതിന് എന്താ പറയാ, നമ്മുടെ അറ്റ് എ ടൈം, അതായത് നമ്മൾ ഒരു പ്രാവശ്യം സീവേജ് കൊടുക്കുമ്പോൾ ആ സീവേജിന് 8 മണിക്കൂർ ആ ഒരു സീവേജിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത ഒരു ബാച്ച് ഓഫ് സീവേജിനെ ഈ കോണ്ടാക്ട് ബെഡിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു 8 മണിക്കൂർ വേണം ഒരു ഇത്ര വോള്യൂം, ഒരു സ്പെസിഫൈഡ് വോള്യൂം സീവേജ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത ബാച്ച് സീവേജിനെ അവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ദിവസത്തില് ഒരു 3 ബാച്ചായിട്ടേ നമുക്ക് സീവേജിനെ ഈ കോണ്ടാക്ട് ബെഡിൽ കൊടുക്കാൻ സാധിക്കും. ഈ കോണ്ടാക്ട് ബെഡിന്റെ സർഫസ് ലോഡിംഗ് എന്ന് പറയുന്നത് 0.8 to 1.1 മില്യൺ ലിറ്റേഴ്സ് പെർ ഹെക്ടർ പെർ ഡേ ആണ്. അതായത് ഒരു ദിവസം എത്രത്തോളം ട്രീറ്റ് ചെയ്യാൻ പറ്റും ഈ കോണ്ടാക്ട് ബെഡിന്, എത്ര, നമ്മളൊരു ഹെക്ടർ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 0.8 to 1.1 into 10⁶ ലിറ്റർ അത്രയോ ആണ് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുക. പിന്നെ അതുപോലെ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് well operated beds will reduce suspended matter by 80 to 90%. അപ്പൊ സസ്പെൻഡഡ് മാറ്റർ ഒരു 80 തൊട്ട് 90% വരെ റിമൂവ് ചെയ്യാം. പിന്നെ BOD ഓർഗാനിക് മാറ്റർ ഒരു 60 to 70% വരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് കോണ്ടാക്ട് ബെഡ്. ഇനി അടുത്ത സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഇത് നമ്മുടെ ട്രിക്ലിംഗ് ഫിൽട്ടർ പറഞ്ഞ സമയത്ത് ഞാൻ ഇതിനെ കുറിച്ചും കുറച്ച് പറഞ്ഞിരുന്നു അല്ലെ, ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ്. ഇത് ഇപ്പോ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ എന്താന്ന് നമുക്ക് വായിച്ചു നോക്കാം. Based on suspended growth process in which an adequate biological mass in suspension within the tank is maintained by either natural or mechanical mixing. എന്താ പറയുന്നത്, ഇവിടെ സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ഈ ട്രിക്ലിംഗ് ഫിൽട്ടർ പറഞ്ഞ സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മുടെ ബുഫേ പാർട്ടിയും അതുപോലെ സദ്യ വിളമ്പുന്നതുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലെ. സദ്യ വിളമ്പുമ്പോ എന്ന് പറയുമ്പോൾ
നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് നമുക്ക് ഫുഡ് തരികയാണ്. അപ്പൊ അങ്ങനെയാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ബാക്ടീരിയാസിന് ഫുഡ് കിട്ടുന്നത്. ബാക്ടീരിയാസ് ആ ഫിൽറ്റർ മീഡിയത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ വേസ്റ്റ് അവർക്ക് കിട്ടുകയാണ്. അവര് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ അല്ലെ. നേരെ മറിച്ച് ഇപ്പൊ നമ്മുടെ ബുഫേ പാർട്ടി പോയി നമ്മൾ ഭക്ഷണം എടുത്ത് കഴിക്കുക, ഓടി നടന്ന് കഴിക്കുന്ന ആ ഒരു രീതി, അതാണ് ഇവിടെ നടക്കുന്നത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ നടക്കുന്നത്. അതായത് ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ബാക്ടീരിയാസിന്റെ ഫുഡാണ് നമ്മുടെ വേസ്റ്റ് വാട്ടറിലുള്ള വേസ്റ്റ് അല്ലെ, ഓർഗാനിക് വേസ്റ്റ്. അപ്പൊ ഈ ബാക്ടീരിയാസ് ഒക്കെ വെള്ളത്തിൽ അങ്ങ് സ്പ്രെഡാണ്. അപ്പൊ അവര് ഓടി നടന്ന് അവരുടെ ഭക്ഷണം കഴിക്കും. അതിനെയാണ് സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റേ ടേം ആണ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ്. അറ്റാച്ച്ഡ്, അപ്പൊ ഫിൽറ്റർ മീഡിയത്തിനോട് അറ്റാച്ച്ഡ് ആക്കി ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് in which an adequate biological mass, അതായത് aerobic bacterias in suspension within the tank is maintained by either natural or mechanical mixing. അപ്പോൾ ഒന്നെങ്കിൽ നാച്ചുറൽ ആയിട്ട് ആ ഒരു ടാങ്കില് ബാക്ടീരിയാസ് കാണപ്പെടും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കും ബാക്ടീരിയാസ് ആ ടാങ്കിലേക്ക് കുറച്ച് ബാക്ടീരിയാസിനെ നമ്മളായിട്ട് ഇട്ട് കൊടുക്കും. It's an improved method of secondary treatment of the effluent from primary sedimentation tank. അപ്പോൾ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിന് ശേഷം കൊടുക്കാൻ, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആയി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് ഇത്, ഈ പറയുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. Sludge of the sewage which is previously agitated under aerobic conditions containing full of aerobic bacteria is called activated sludge. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു പേര് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്? അങ്ങനെ അത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ആ ഒരു സ്ലഡ്ജിനെ, സ്ലഡ്ജ് എന്താണ്? ഞാൻ പറഞ്ഞല്ലേ, ഒരു സെമി സോളിഡ് ആയിട്ടുള്ള കൊഴുത്ത ആ ഒരു വേസ്റ്റ്, അതായത് ആ വേസ്റ്റ് വാട്ടറിൽ നിന്ന് കുറെ വെള്ളം എടുത്തു കളഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കൊഴുത്ത രൂപത്തിൽ നമുക്ക് വേസ്റ്റ് കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു കൊഴുത്ത വേസ്റ്റിനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. സ്ലഡ്ജ്. അപ്പോൾ സ്ലഡ്ജ് ഓഫ് ദ സീവേജ് which is previously agitated under aerobic conditions containing full of aerobic bacteria is called activated sludge. അതായത് ഈ സ്ലഡ്ജിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ, ഓക്കെ, അതായത് എയറോബിക് ബാക്ടീരിയാസ്, നല്ല വേസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഉഷാറായിട്ടുള്ള ബാക്ടീരിയാസ് ആ വേസ്റ്റ് വാട്ടറിൽ, ആ ഒരു സ്ലഡ്ജിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ലഡ്ജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് അല്ലെ. ആ സ്ലഡ്ജ് ആക്ടിവേറ്റഡ് ആണ്, അതിൽ ഒരുപാട് ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. So in this process, primary effluent is mixed with activated sludge and then aerated so as to oxidize the organic matter and convert it into settleable flocks. അപ്പൊ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇതാ നമുക്ക് ഈ ഒരു ചെറിയൊരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കുറച്ച് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഒരു ടാങ്കിൽ നിന്ന് അതിൽ സ്ലഡ്ജ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സ്ലഡ്ജ് താഴേക്ക് അടിഞ്ഞുകൂടും. ആ അടിഞ്ഞു കൂടിയ സ്ലഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യും? റീസൈക്കിൾ ചെയ്യും. അതായത് കുറച്ച് സ്ലഡ്ജ് നമ്മൾ തൊട്ട് മുൻപത്തെ പ്രോസസ്സിലേക്ക് കൊടുക്കും. പൊതുവെ നമ്മൾ ഒരു യൂണിറ്റിൽ നിന്ന് അടുത്ത യൂണിറ്റിലേക്ക് വേസ്റ്റ് വാട്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് പാസ് ചെയ്യിക്കില്ലല്ലോ അല്ലെ. പിന്നെ തിരിച്ച് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ഒഴുക്കില്ല അല്ലെ. അത് സക്സീഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷേങ്കിൽ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ സ്ലഡ്ജിനെ നമ്മൾ റീസൈക്കിൾ ചെയ്യും. ഓക്കെ, അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ ഈ കൊഴുത്ത സ്ലഡ്ജില് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതൊരു ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ബാക്ടീരിയാസ് വെച്ചാണ് വേസ്റ്റിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ബാക്ടീരിയാസ് അടങ്ങിയിട്ടുള്ള സ്ലഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ബേസിനിലേക്ക് തിരിച്ച് കൊടുക്കും, റീസൈക്കിൾ ചെയ്യും. ഓക്കെ,
റീസൈക്കിൾ ചെയ്ത് ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ എയറേറ്റ് ചെയ്യും. അതായത് ഓക്സിജൻ കൊടുക്കും. ഒരു ടാങ്കില്, അതായത് എയറേഷൻ ബേസിൻ എന്നാണ് അതിന് പറയാം. എയറേഷൻ ബേസിൻ, അതായത് ആ ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എയർ കൊടുക്കും. എയർ കൊടുക്കുമ്പോൾ ബാക്ടീരിയാസിന് വളരാൻ സാധിക്കും, അല്ലെ? എയറോബിക് ബാക്ടീരിയ ആണ്, അപ്പൊ അവർക്ക് ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ ആ ഓക്സിജന്റെ പ്രസൻസിൽ അവർ ഒരുപാട് എന്ത് ചെയ്യും? റീപ്രൊഡ്യൂസ് ചെയ്യും, പെറ്റുപെരുകും ബാക്ടീരിയാസ്. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് ഈ അപ്പൊ കുറെ ബാക്ടീരിയാസ് ആവും. ഒരുപാട് ബാക്ടീരിയ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വേസ്റ്റിനെ ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? താഴോട്ടേക്ക് വലിയ വലിയ ഫ്ലോക്സ് ആയിട്ട് അടിഞ്ഞു കൂടും. These flocks can be removed in the secondary sedimentation tank. അപ്പം ഈ ഫ്ലോക്സിനൊക്കെ പിന്നെ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ ഒഴിവാക്കും. ഓക്കെ, പിന്നെ ആ ഫ്ലോക്സിൽ ഒരു ചെറിയ ശതമാനത്തിന് തന്നെയാണ് വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അപ്പൊ അതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, ഈ പ്രോസസ്സിൽ മാത്രം റീസൈക്ലിംഗ് ഓഫ് സീവേജ് നടക്കുന്നുണ്ട്. സീവേജ് അല്ല, സ്ലഡ്ജ്. റീസൈക്ലിംഗ് ഓഫ് സ്ലഡ്ജ്, അല്ലെ? സ്ലഡ്ജ് റീസൈക്ലിംഗ് നടക്കുന്നുണ്ട്. കാരണം എന്താണ്? കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? എന്തുകൊണ്ടാണ് റീസൈക്കിൾ ചെയ്യുന്നത്? കാരണം നമ്മുടെ ആ വേസ്റ്റിൽ, ആ സ്ലഡ്ജിൽ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ആ ബാക്ടീരിയാസിനെ നമ്മൾ എയറേറ്റ് ചെയ്ത് കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കുറെ ബാക്ടീരിയാസ് ആവുമ്പോൾ വേഗം തന്നെ നമ്മുടെ വേസ്റ്റ് ഒക്കെ അവർ കഴിക്കും. കുറെ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ കുറെ വേസ്റ്റ് കഴിക്കും, അല്ലെ? അപ്പൊ അതാണ് അവിടുത്തെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 8 മാർക്സ് 7 മാർക്സ് 8 മാർക്സിനൊക്കെ ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. ബാക്ടീരിയാസ് വേസ്റ്റ് കഴിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ റീസൈക്കിൾ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ, എഴുതാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ നമുക്ക് നോക്കാം. It consists of a rectangular tank 3 to 4.5 meter deep and about 6 meter wide and 10 to 20 meter long. അപ്പോൾ ടാങ്കിന്റെ ഡയമെൻഷൻസ് ആണ് നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന് നമ്മൾ ഉണ്ടാക്കുന്ന ടാങ്കിന്റെ ഡയമെൻഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, 3 to 4.5 meter ഡീപ്പ്, ആഴമുണ്ട്, 6 മീറ്റർ വീതിയുണ്ട്. ഓക്കെ, 10 to 20 meter നീളമുണ്ട്. This tank has an arrangement of sending diffused air from the bottom or mechanical agitators. അപ്പോൾ ഇതിനെന്താണ്? ഈ ടാങ്കിന്റെ അടിയിൽ നമ്മൾ എയർ സപ്ലൈ ചെയ്യും, അല്ലെ? എയറേഷൻ ബേസിനാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, നേരത്തെ ഫിഗറിൽ. ഇറ്റ്സ് എൻ എയറേഷൻ ബേസിൻ. അപ്പൊ എയർ കൊടുക്കുന്നത് താഴേന്നാണ്. നിങ്ങൾ ഈ ചില ഫിഷ് ടാങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെ? താഴേന്ന് ഇങ്ങനെ എയർ ബബിൾസ് കൊടുക്കുന്നത്, എയർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ. ഓക്കെ, the primary effluent is mixed with a portion of returned sludge and then allowed into the tank. എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യും? ഒരു റിട്ടേൺ സ്ലഡ്ജുമായിട്ട് മിക്സ് ചെയ്യും, അല്ലെ? അതിനെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയും. അതുമായിട്ട് മിക്സ് ചെയ്യും, എന്നിട്ടാണ് ആ ടാങ്കിൽ അങ്ങ് വിടുന്നത്. This mixed liquor is then aerated or mechanically agitated in the presence of air. അപ്പോൾ ഈ രണ്ടും കൂടെ എന്താണ്? എയറിന്റെ പ്രസൻസിൽ നല്ലോണം മിക്സ് ആവും. എയറോബിക് ബാക്ടീരിയ kept in suspension oxidize the sludge. അപ്പൊ നമ്മുടെ അതിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ആ ഒരു വേസ്റ്റിനെ ഓക്സിഡൈസ് ചെയ്യും. The oxidized sludge is withdrawn and sent to secondary clarifier for sedimentation. ആ ഒരു ഓക്സിഡൈസ്ഡ് സ്ലഡ്ജ് എന്ത് ചെയ്യും? നമ്മൾ അടുത്ത യൂണിറ്റ് ആയ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്, അതിനെ തന്നെയാണ് സെക്കൻഡറി ക്ലാരിഫയർ എന്നും പറയും. ഓക്കെ, സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വിടും. The operation is a continuous process. Okay,
അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് എന്ത് നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഈ ഒരു ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ഈ ഡയഗ്രത്തിൽ എന്താ പറയുന്നത്? റോ സീവേജ് ആദ്യം എങ്ങോട്ടെത്തി? റോ സീവേജ് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് വരും. അവിടുന്ന് എയറേഷൻ ടാങ്കിലേക്ക് പോകും. ഇതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് അല്ലെ. അവിടുന്ന് സെക്കൻഡറി ക്ലാരിഫയർ അല്ലെങ്കിൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് വരും. അതിലെ കുറച്ച് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യും. ബാക്കിയൊക്കെ എങ്ങോട്ട് പോകും? ബാക്കിയൊക്കെ സ്ലഡ്ജ് ഡൈജഷനിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് ഡ്രൈയിങ് ബെഡ്സ്, സ്ലഡ്ജൊക്കെ ഉണക്കാൻ വേണ്ടി ഡ്രൈയിങ് ബെഡിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? അത് തന്നെയാണ്. ഓക്കെ, അത് സെയിം പ്രോസസ്സ് തന്നെയാണ്. വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് നമ്മളിത് എക്സ്റ്റേണലി ആണ് കൊടുക്കുന്നത്. എക്സ്റ്റേണലി കൊടുത്ത് എയറേഷൻ ടാങ്കിലേക്ക് എക്സ്റ്റേണലി കൊടുക്കും. ഈ കേസിൽ സെക്കൻഡറി ക്ലാരിഫയറിൽ നിന്ന് അടിഞ്ഞുകൂടുന്ന സ്ലഡ്ജിനെ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആക്കി എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ എക്സ്റ്റേണലിയും നമുക്ക് ഇത് കൊടുക്കാം, സ്ലഡ്ജ് കൊടുക്കാം, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഈ രണ്ട് ഡയഗ്രത്തിലും പറയുന്നത്. അപ്പൊ അതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഇനി അടുത്തത് കുറച്ച് വേരിയസ് മെത്തേഡ്സ് അവൈലബിൾ ടു ബ്രിങ് അബൌട്ട് എയറേഷൻ. എയറേഷന്റെ പല മെത്തേഡ്സിനെ കുറിച്ചാണ്. അത് നമുക്ക് 3 തരത്തിൽ നമുക്ക് എയറേഷന്റെ മെത്തേഡ്സിനെ ഡിവൈഡ് ചെയ്യാം. ഡിഫ്യൂസ്ഡ് എയറേഷൻ, മെക്കാനിക്കൽ എയറേഷൻ, കമ്പൈൻഡ് മെക്കാനിക്കൽ ആൻഡ് ഡിഫ്യൂസ്ഡ് എയറേഷൻ യൂണിറ്റ്. ഓക്കെ, അതിൽ എന്താണ് ഇത് ഡയഗ്രാംസ്, ഓരോന്നിന്റെയും ഡയഗ്രാം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിഫ്യൂസ്ഡ് എയറേഷൻ, അതിൽ റിഡ്ജ് ആൻഡ് ഫറോ ടൈപ്പ് എയറേഷൻ, ഈ കാണുന്നതാണ് റിഡ്ജ് ആൻഡ് ഫറോ ടൈപ്പ് എയറേഷൻ. ഇപ്പൊ നമ്മുടെ ഇറിഗേഷനിൽ നമ്മളൊരു ഫറോ ഇറിഗേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇതുപോലെ ഇങ്ങനെ ഫറോസ് ആക്കി കൊടുത്തിട്ട്. അപ്പൊ അതേ കൺസെപ്റ്റ് ആണ് റിഡ്ജ് ആൻഡ് ഫറോ ടൈപ്പ് എയറേഷൻ. ഇവിടുന്നും ഒക്കെ എയർ ബബിൾസ് പോകും. ഓക്കെ, സ്പൈറൽ ഫ്ലോ ടാങ്ക് എയറേഷൻ കണ്ടോ, ഒരു സ്പൈറൽ മൂവ്മെന്റിൽ എയർ ആ ഒരു ടാങ്ക് മുഴുവൻ സപ്ലൈ ചെയ്യാണ്. പിന്നെ അടുത്ത മെക്കാനിക്കൽ എയറേഷൻ, അതില് സിംപ്ലക്സ് എയറേഷൻ, അത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് എയറേഷൻ ആണ്. ഏതാ സിംപ്ലക്സ് എയറേഷൻ? ഹവോത്ത് പാഡൽ സിസ്റ്റം, അത് നമ്മൾ കുറെ യൂണിറ്റ്സ് ആയി കൊടുക്കുക. നമ്മൾ സർഫസ് ഏരിയ കൂട്ടുകയാണ്. നമ്മുടെ സർഫസ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാം, നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കൂടുതൽ സർഫസ് കോണ്ടാക്റ്റിലേക്ക് വരും. അപ്പൊ കൂടുതൽ എയർ ആ ഒരു വെള്ളത്തിലേക്ക് പോകും. പിന്നെ ലിങ്ക് ബെൽറ്റ് എയറേറ്റർ, അത് ഇതിൽ കാണിച്ചിട്ടില്ല. ലിങ്ക് ബെൽറ്റ് എയറേറ്റർ എന്ന് പറയുമ്പോൾ ബെൽറ്റിന്റെ രൂപത്തിൽ ഇങ്ങനെ ബെൽറ്റ് ഇങ്ങനെ പോകുമ്പോൾ എയറേഷൻ, വെള്ളം അതിന്റെ മുകളിൽ ഒഴുകിയിട്ട് എയറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒന്ന് കെസ്ല ബ്രഷ് എയറേറ്റർ, അത് ഇതാണ്, ഒരു ബ്രഷിന്റെ രൂപത്തിൽ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുള്ളതാണ്. ഓക്കെ, കമ്പൈൻഡ് മെക്കാനിക്കൽ ആൻഡ് ഡിഫ്യൂസ്ഡ് എയർ യൂണിറ്റ്, അപ്പൊ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, മെക്കാനിക്കലും അതുപോലെ തന്നെ ഡിഫ്യൂസ്ഡും രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഡോർ ഒലിവർ കോപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഒരു ഡയഗ്രാം ആണിത്. 2 യൂണിറ്റും കൂടെ കമ്പൈൻഡ് ആണ്. അതായത് മെക്കാനിക്കലിയും നമ്മൾ കൊടുക്കും, അതുപോലെ ഡിഫ്യൂസ്ഡ് ആയിട്ടും, അതായത് ഏതെങ്കിലും ഒരു സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച്, കണ്ടില്ലേ, താഴെ നിന്നൊക്കെ എയറേഷൻ, ഇപ്പൊ രണ്ടും കൂടെ കൊടുക്കുന്നതാണ് കമ്പൈൻഡ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് പല ടൈപ്സ് ഓഫ് എയറേഷൻ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.